ചെയ്യാത്തവരാണെങ്കിൽ അടുത്ത അസൈൻമെൻ്റ് കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ലേറ്റ് സബ്മിഷൻ്റെ മാർക്ക് കുറച്ചിട്ട് ബാക്കിയുള്ളത് തരും. ഓക്കെ, സബ്മിറ്റ് ചെയ്യാതിരിക്കണ്ട. സബ്മിറ്റ് ചെയ്യാതിരുന്ന ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലില്ലാത്തവരോട് ക്ലാസ് റെപ്പ് ഒന്ന് ആ മെസ്സേജ് ഒന്ന് ഇൻഫോം ചെയ്യണം. ലേറ്റായി നമ്മൾ സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്. ലേറ്റ് സബ്മിഷൻ്റെ മാർക്ക് കുറച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടുമല്ലോ. മറ്റേ 0 അല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ്, സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ? ഷെയർ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ സ്ക്രീൻ ഇസ് ഇറ്റ് വിസിബിൾ? യെസ് സർ, കാണാൻ പറ്റും. യെസ് സർ. ആണെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കാൻ തോന്നുന്നു. സർ ഒന്ന് വലുതായിരിക്കും. എന്തോ സർ ഷെയറോട് വലുതായിരിക്കും. മതിയോ? കുറച്ചുകൂടെ വലുതാക്കി ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടി. ആ സർ, മതി സർ. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വന്ന പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ടെക്സ്റ്റ് കുറച്ച് ഫാസ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് ആസ് സച്ച് എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എഴുതിക്കൊണ്ട് ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 4-5 പോയിന്റ് ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ഡിസ്കഷൻ മോഡിൽ അതേ പറ്റത്തുള്ളൂ. നമ്മൾ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. ഈ പോയിന്റ്സ് ക്ലബ് ചെയ്തൊക്കെ പറയേണ്ടി വരും. അപ്പോൾ പേജ് ബൈ പേജ് ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇതിൽ മോഡൽ ക്വസ്റ്റ്യൻ സെറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അസൈൻമെൻറ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ തരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ സീരീസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ്, അതുകൂടാതെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ മെറ്റീരിയലായിട്ട് ഞാൻ ഷെയർ ചെയ്യുമല്ലോ സീരീസ് എക്സാമിനേഷൻ മുമ്പ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ലേറ്റ് എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതൊക്കെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നോവൽ വായിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് റിലേഷൻഷിപ്സിനെ പറ്റിയാണ്. ഓക്കെ, സോ നമ്മൾ റിലേഷൻഷിപ്സ് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. റിലേഷൻഷിപ്സ് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഫുൾഫിൽഡ്. ഓക്കെ, റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ ചെയ്യാനുള്ളതാണ്. റിലേഷൻഷിപ്സ് ഷെയർ ചെയ്യാനുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ നടക്കാതിരിക്കാം. ചില സമയത്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല, ചില സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രോപ്പർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഷെയറിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിലാണ് എന്താ പറയുക, നമുക്ക് ഹാർമണി ഇസ് മിസ്സിംഗ് എന്ന് നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും. കാരണം റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. റിലേഷൻഷിപ്പ് ശരിയായില്ല, അല്ലെങ്കിൽ നമുക്കൊരു യുവർ ലൈഫ് ഈസ് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് വേ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ഹാർമണി, ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, റിലേഷൻഷിപ്സ്, ട്രസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, ഇതെല്ലാം എന്തോ നാച്ചുറലി അക്സെപ്റ്റഡ് ഫീലിങ്സ് ആണ്. ഓക്കെ, നാച്ചുറലി അക്സെപ്റ്റഡ് ഫീലിങ്സ് ആണ്. അപ്പോൾ നാച്ചുറലി അക്സെപ്റ്റഡ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതാരും സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ലവ്, ഇതാണ് അത് എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, വിത്തൗട്ട് പ്രോപ്പർ ഷെയറിങ്, വിത്തൗട്ട് ഫുൾഫിൽമെൻറ്റ് നമുക്കൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്സിലേക്ക് വരാൻ പറ്റാതെ വരും. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് ബിക്കം സ്ട്രെയിൻഡ്. അപ്പോൾ അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 1-2 എക്സാമ്പിൾ ക്ലാസ്സിൽ പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആണെങ്കിൽ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നാച്ചുറലി അക്സെപ്റ്റഡ് ഐഡിയാസ് ആണ് ടു ബി ലവ്, ടു ഗെറ്റ് റെസ്പെക്ട്, ടു ബി റെസ്പെക്റ്റഡ്. ഇതൊക്കെ ഇല്ലാതാവുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് പോകും. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ഒന്നും ശരിയാവുന്നില്ലെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് ഇതാണ്. നമുക്ക് വേണ്ടിയ റിക്വയർമെൻറ്റ്സ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ സെൽഫിന് വേണ്ട റിക്വയർമെൻറ്റ്സ്, മൈൻഡിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് കിട്ടാതാവുമ്പോൾ നാച്ചുറലി വി ബിക്കം സ്ട്രെസ്ഡ്. നമുക്ക് കാര്യങ്ങൾ ശരിയാകാതെ വരും. നമ്മൾ ചില സമയത്ത് പറയത്തില്ലേ, ഒരു വൈബില്ലെന്നൊക്കെ പറയത്തില്ല. അതേ കാര്യങ്ങളാണ്. റൈറ്റ്, ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. റിലേഷൻഷിപ്സിനെ പറ്റി ഇപ്പം 3-4 പോയിന്റ്സ് എന്ന് പറഞ്ഞു. അതായത് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് സെൽഫ്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്സിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് എടുക്കാം.
അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ദേ, ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. നമ്മളത് പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഹൗ ടു ഫുൾഫിൽ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഹൗ ടു മേക്ക് ദ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഹൗ ടു ഷെയർ അവർ തോട്ട്സ് പ്രോപ്പർലി ഫോർ ദ ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഹാർമോണിയസ് വേയിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് ഡിഫൈൻഡ്. ഓക്കെ, ഇറ്റ് ഈസ് ദെയർ ആക്ച്വലി. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്സ് അല്ല കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഫിസിക്കലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് വാട്ട് ദ മൈൻഡ് റിക്വയർസ് ഈസ്, അല്ലെങ്കിൽ വാട്ട് ദ സെൽഫ് റിക്വയർസ് ഈസ് റിലേഷൻഷിപ്സ് വിച്ച് ഫുൾഫിൽസ് ദ ആസ്പെക്ട്സ് ഓഫ് ദ മൈൻഡ്, അല്ലെങ്കിൽ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഫുൾഫിൽ ആവുന്നത്. ആ രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ട്രസ്റ്റ് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഇതെല്ലാം മൈൻഡിൻ്റെ ക്വാളിറ്റീസാണ്. ഫിസിക്കലി നമുക്ക് ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഫിലിമിന് പോയി ആഹാരം കഴിച്ചു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റി, ഗെയിംസ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ ടെമ്പററി ആയിട്ടുള്ള നമുക്ക് വേണ്ടിയുള്ള ഒരു മൂഡ് അപ്ലിഫ്റ്റിംഗ്, അതൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ബട്ട് ഇൻ ദ ലോങ് റൺ വാട്ട് ദ മൈൻഡ് വാണ്ട്സ് ഈസ്, മൈൻഡ് എന്താ വേണ്ടത്? സെൽഫിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സെൽഫിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ദ ക്വാളിറ്റീസ് ലൈക്ക് ട്രസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾ ദീസ് തിങ്സ് വിച്ച് ഇസ് റിക്വയർഡ് ബൈ ദ സെൽഫ്, അതെല്ലാം ഫുൾഫിൽഡ് ആകണം. ഓക്കെ, അതാണ് മൈൻഡിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നാച്ചുറലി അക്സെപ്റ്റഡ് ഫീലിങ്സ് ആണ്. ഓക്കെ, ഓൾ ദ ഫീലിങ്സ് ദാറ്റ്, അല്ലെങ്കിൽ ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സെൽഫ്, ദേ ആർ ഓൾ നാച്ചുറലി അക്സെപ്റ്റഡ് ഫീലിങ്സ്. ഇതാരും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ഒരു ക്ലാസ്സിൻ്റെ പോലും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ദീസ് ഫീലിങ്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. ദീസ് ഫീലിങ്സ് ക്യാൻ ബി എന്നാണ്, ഇറ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്, ദേ ആർ ഡെഫിനിറ്റ്. അപ്പോൾ അവിടെ നമ്മളൊരു ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇറ്റ് ക്യാൻ ബി. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ എഴുതായിരുന്നു, എവ്രി വൺ റെക്കഗ്നൈസസ് ദിസ് ഫീലിങ്സ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് എഴുതായിരുന്നു. പക്ഷേ അതിന് പകരം ഇറ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ അല്പം എഫർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ദീസ് ഫീലിങ്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് പ്രൊവൈഡഡ് വി ആർ ഇൻട്രസ്റ്റഡ്, പ്രൊവൈഡഡ് we are focusing on our feelings, and provided we are bringing, or we are trying to fulfill our relationship based on the feelings with right understanding. Okay, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഫീലിങ്സ് റെക്കഗ്നൈസബിൾ ആകത്തുള്ളൂ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് സെൽഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ ദീസ് ആർ ദ ഫീലിങ്സ് വിച്ച് ആർ നാച്ചുറലി അക്സെപ്റ്റബിൾ വെൻ we are in relationship with another human being. ഓക്കെ, നമുക്ക് ഏറ്റവും വേണ്ടിയത് സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ഓൺലി വി ക്യാൻ ഡെവലപ്പ് ദ അതർ റിക്വയർഡ്, അല്ലെങ്കിൽ അതർ ഹ്യൂമൻ വാല്യൂസ്. ട്രസ്റ്റ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, അഫെക്ഷൻ ഉണ്ട്, കെയർ ഉണ്ട്, ഗൈഡൻസ്, റെവറൻസ്, ഗ്ലോറി, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ബുക്ക് റെഫർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ നോട്ട് ചെയ്തായിരുന്നു? നോട്ട് ചെയ്യാത്തവർ ഇതൊന്ന് എഴുതി വെക്കുക. മനസ്സിലായില്ലേ? ഞാൻ 5 മിനിറ്റ് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് കാണണമെന്നില്ല, കാരണം ഞാൻ അണ്ടർലൈൻ ചെയ്തായിരുന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ദിസ് ഈസ് അനദർ മെറ്റീരിയൽ, സോ ദിസ് ഈസ് മോർ കൺസൈസ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഉണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഒരു ഗൈഡൻസ് കിട്ടിയില്ലേ? സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് പോയിന്റ്, റിലേഷൻഷിപ്പ് ഈസ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് അനദർ സെൽഫ്. Relationship is defined between self and another self. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, Okay. Second point, there are feelings in relationship in oneself for the other self.
അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് ഫുൾഫിൽഡ് വിത്ത് ഫീലിങ്സ് ബിറ്റ്വീൻ ദ ടു സെൽഫ്സ് അല്ലെങ്കിൽ ടു ഇൻഡിവിജ്വൽസ്, അങ്ങനെ പറയാം. ദർ ആർ ഫീലിങ്സ് ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതി ഹൈഫൺ ആയിട്ട് എഴുതിയിരിക്കുന്നു ഇൻ വൺ സെൽഫ് ഫോർ അതർ സെൽഫ്. റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ഓൺ ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ്. അതാണ് തേർഡ് പോയിന്റ് എഴുതുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദീസ് ഫീലിങ്സ് ആർ റെക്കഗ്നൈസ്ഡ്. ദീസ് ഫീലിങ്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. ദീസ് ഫീലിങ്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ഓർ ദേ ആർ ഡെഫിനിറ്റ് എന്നും പറയും. നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് വിത്ത് പ്രോപ്പർ ഫോക്കസ് വി ക്യാൻ റെക്കഗ്നൈസ്. മൂന്ന് പോയിന്റ് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, relationship is between oneself and other self, and it is always defined. It is already there. We don't have to create a new relationship. It is already there. Okay. Now, there are feelings in relationships in oneself for the other self. There are feelings in relationship in oneself for the other self. Second point. Third point, feelings can be recognized. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ they are definite. Okay, they are definite. ഇനി ഇത്ര ആസ്പെക്ട്സ് നമ്മൾ റിലേഷൻഷിപ്സിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കും. ആരാണെങ്കിലും ശ്രമിക്കും. അതിനാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത്ര ആസ്പെക്ട്സ് ഉണ്ട്. ട്രസ്റ്റ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, അഫെക്ഷൻ, കെയർ, ഗൈഡൻസ്. ഇപ്പം എല്ലാവരും ഒരേ രീതിയിൽ എല്ലാ ആസ്പെക്ട്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ. ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്മേറ്റ്സിൽ ടീനേജേഴ്സുള്ള രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ട്രസ്റ്റ്, കെയർ, ഗൈഡൻസ് അതൊക്കെ കാര്യമായിട്ട് കാണുമെന്ന് തോന്നില്ല. അതൊക്കെ പേരൻ്റൽ സൈഡിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്, അല്ലേ? കെയർ ആൻഡ് ഗൈഡൻസ്. അല്ലെങ്കിൽ മേ ബി ഫ്രം സം ഓഫ് യുവർ ടീച്ചേഴ്സ് വിൽ ബി ഗെറ്റിംഗ് പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ കെയർ, ഇതെല്ലാം കിട്ടും. അതെല്ലാം ഫ്രണ്ട്സിൻ്റെ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും എല്ലാം കിട്ടത്തില്ല. ബട്ട് ദീസ് ആർ ദ തിങ്സ് വിച്ച് യുവർ മൈൻഡ് റിക്വയർസ് ടു ബി ഫുൾഫിൽഡ് ഇൻ എനി റിലേഷൻഷിപ്പ്. ഓക്കെ. യു വാണ്ട് ട്രസ്റ്റ് ടു ബി ഫുൾഫിൽഡ്, മ്യൂച്വൽ ട്രസ്റ്റ് വേണം, റെസ്പെക്റ്റ് വേണം, അഫെക്ഷൻ വേണം, കെയർ വേണം, പ്രോപ്പർ ഗൈഡൻസ്, റെവറൻസ്, ഗ്ലോറി, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്. ഇതിൻ്റെ എല്ലാ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ലവ് എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞതാണ്. ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് ഫീലിങ്സ് ഇൻ എൻ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ പറഞ്ഞ 7 പോയിന്റ്സ് ഉണ്ട്. ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് ഫീലിങ്സ് ദാറ്റ് വി ഡിസ്ക്രൈബ് ഇൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് ദെയർ ഇവാലുവേഷൻ ലീഡ്സ് ടു മ്യൂച്വൽ ഹാപ്പിനെസ്. അപ്പോൾ ഇവാലുവേഷൻ എന്നുള്ള വാക്ക് അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സപ്പോസ് ഐ എം ഹാവിങ് എ സർട്ടൺ ടൈപ്പ് ഓഫ് റിലേഷൻ വിത്ത് സംബഡി എൽസ്, മേ ബി എസ് എ ഫ്രണ്ട്, മേ ബി എ parent or somebody else. I need to properly evaluate what are the feelings which are connecting both of us. Okay? Feelings is it a feeling of fear, or is it a feeling of love, or is it a feeling of something else? Okay. അപ്പോൾ ഒരു ഫിയർഫുൾ ഒബ്ലിഗേഷൻ ഇപ്പോൾ പലർക്കും അങ്ങനെയാണ്. ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ രാവിലെ ക്ലാസ്സിൽ കറക്റ്റ് സമയത്ത് വരണമെന്ന് പറയുന്നത് മെനി സ്റ്റുഡൻസ് ആക്ച്വലി, എസ്പെഷ്യലി യങ്ങർ സ്റ്റുഡൻസ്, ദേ ഡു ഇറ്റ് ഔട്ട് ഓഫ് ഫിയർ. ഓക്കെ. കുറച്ചും കൂടെ വലുതാകുമ്പോൾ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് മനസ്സിലാവും. ഓക്കെ. കാര്യങ്ങൾ അങ്ങനെയല്ല. ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത് തെറ്റായിരുന്നു. ചില കാര്യങ്ങൾ ചില രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പുറകിലൊരു ലോജിക്കുണ്ട്. ഓക്കെ. സോ proper understanding behind all these feelings is very important. അതിനാണ് ഇവാലുവേഷൻ എന്നുള്ള വേറൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഒരെണ്ണം കുറഞ്ഞാണോ ഇരിക്കുന്നത്, കുറഞ്ഞായിരിക്കുന്നതെങ്കിൽ അതെങ്ങനെ കൂട്ടാം, ഇതൊക്കെയാണ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്കൊന്ന് ബ്രീഫായിട്ട് പറയാം. ഓക്കെ. ആദ്യത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രസ്റ്റ് എന്നുള്ള വാല്യൂ ആണ് ഡിസ്കസ് ചെയ്തത്. ട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ ട്രസ്റ്റ് എന്നുള്ള വാല്യൂ നമുക്ക് ബ്രീഫായിട്ട് പറയുമ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സസൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ അല്ലെങ്കിൽ ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ്. സപ്പോസ് ഹൗ വിൽ യു ചെക്ക് വെദർ ഓർ
how will you identify and how will you evaluate the feeling of trust? അതിന് വേണ്ടി ഒരു സിമ്പിൾ എക്സർസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, in order to understand trust, examine these statements. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ചുറ്റുമുള്ളവർ എന്നെ ഹാപ്പി ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യമല്ല ഞാൻ ആദ്യം ആലോചിക്കേണ്ടത്. ഡു ഐ വാണ്ട് ടു മേക്ക് മൈസെൽഫ് ഹാപ്പി? ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു എക്സാമ്പിൾ എനിക്ക് വന്ന ടെക്സ്റ്റിനകത്ത് മാനുവലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാനുവലിനകത്ത് കൊടുത്തിരിക്കുന്ന സിമ്പിൾ എക്സാമ്പിൾ ഇതാണ്. സപ്പോസ് നമുക്കെല്ലാം വീട്ടിൽ അനുഭവമുള്ള കാര്യമാണ്. ചില സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടും, അല്ലേ? ഗ്ലാസ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭയങ്കരമായ കുറ്റബോധം തോന്നാറുണ്ടോ? അങ്ങനെ കുറ്റബോധം തോന്നത്തില്ല. കാര്യം എന്താ? അത് ഞാൻ പൊട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല. ഐ നെവർ വാണ്ടഡ് ടു ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, പല സിറ്റുവേഷൻസിലും നമ്മൾ പറയുന്ന സ്റ്റോറി ഇത് തന്നെയാണ്. ഞാനിങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത്. ഐ ഓൾവേസ് ഹാഡ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ, ഐ ഹാവ് എ പോസിറ്റീവ് ഫീലിംഗ്, ബട്ട് സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ. അൺഎക്സ്പെക്റ്റഡ്ലി ഐ കുഡൻ കൺട്രോൾ ഇറ്റ്. അങ്ങനെ ഗ്ലാസ് പൊട്ടി, അല്ലെങ്കിൽ എന്തോ ഒരു അബദ്ധം പറ്റി. ബട്ട് മൈ ഇൻറ്റൻഷൻ ഈസ് ക്ലിയർ. ഇൻറ്റൻഷൻ പോസിറ്റീവാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ വേറൊരാൾ അതുപോലെ ഒരു ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഗ്ലാസ് പൊട്ടിപ്പോയി, ലുക്ക് അറ്റ് ദ ഇൻകൺവീനിയൻസ് ദാറ്റ് യു ആർ കോസിങ് ടു അതേഴ്സ്. അപ്പോൾ പലപ്പോഴും ഹോസ്റ്റലിലും മെസ്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ആർക്കെന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, മെസ്സിൽ മാത്രമല്ല, ഈ പറയുന്ന ക്രൗഡഡ് ഏരിയാസിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരാൾക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ ഇൻകൺവീനിയൻസ്, യു ഷുഡ് ബിഹേവ് റെസ്പോൺസിബിളി. ലുക്ക് അറ്റ് ദ ഇൻകൺവീനിയൻസ്. പ്രത്യേകിച്ച് നമ്മുടെ ട്രാഫിക്കിലൊക്കെ കൊല്ലത്തോടൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ലുക്ക് അറ്റ് ദ ഇൻകൺവീനിയൻസ് സംബഡി ഈസ് കോസിങ് ടു യു. ഓക്കെ, അപ്പം അങ്ങനെ അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി നമ്മളവരുടെ ഇൻറ്റൻഷൻസ്, അവരുടെ ഉദ്ദേശത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്നാരും പറയത്തില്ല, പക്ഷേ നിങ്ങൾ പറയുന്നത് യു ഷുഡ് ബിഹേവ് ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. ലുക്ക് വാട്ട് യു ഹാവ് ഡൺ. സോ ദർ ഇസ് സീരിയസ്ലി ഐ ഡൗട്ട് യുവർ ഇൻറ്റൻഷൻസ്. നിങ്ങൾക്ക് നല്ല സുഖമില്ലേ? ആ രീതിയിലുള്ള ആൻസർ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, പക്ഷേ അതേ അവസ്ഥ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളിപ്പം ചിന്തിക്കുന്നത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. സാധാരണ പറ്റുന്ന അബദ്ധമൊന്നുമല്ല, സംഭവം ഇറ്റ് ഹാപ്പൻ, സോ ഫർഗെറ്റ് ഇറ്റ്, അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് വേണം ഇത് കാണാനായിട്ട്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ട്രസ്റ്റ്, എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡു ഐ വാണ്ട് ടു മേക്ക് മൈസെൽഫ് ഹാപ്പി? ഓക്കെ, വേറൊരാളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഡു ഐ വാണ്ട് ടു മേക്ക് മൈസെൽഫ് ഹാപ്പി? ആദ്യം ഞാൻ എന്നെപ്പറ്റി തന്നെയാണ് ആലോചിക്കേണ്ടത്. ഇൻ എനി ഇൻട്രാക്ഷൻ, ഇൻ എനി റിലേഷൻഷിപ്പ്, ആം ഐ ട്രൈങ് ടു മേക്ക് മൈസെൽഫ് ഹാപ്പി? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 1B നോക്കാം. All right. Okay. ഓക്കെ, നമുക്ക് 1A 1B അങ്ങനെ പോകണ്ട. നമുക്ക് 1A അത് 2A നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്, ഡു ഐ വാണ്ട് ടു മേക്ക് ദ അതർ ഹാപ്പി? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഡു ഐ വാണ്ട് ടു മേക്ക് മൈ ഫ്രണ്ട് ഹാപ്പി, ഓർ മൈ റിലേറ്റീവ് ഹാപ്പി, ഓർ മൈ പേരൻറ്റ് ഹാപ്പി? ഈ മൂന്നാമത്തത് തിരിച്ചുള്ള ചോദ്യങ്ങളാണ്. ഡസ് ദ അതർ വാണ്ട് ടു മേക്ക് ഹിംസെൽഫ് ഹാപ്പി? നമ്മുടെ ഫ്രണ്ടിന് തന്നെത്താൻ സ്വയമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദ അതർ വാണ്ട് ടു മേക്ക് മീ ഹാപ്പി? നമ്മുടെ ഫ്രണ്ടിന് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പറ്റിയ ഹാപ്പി ആക്കണം എന്നൊരു ഉദ്ദേശമുണ്ടോ? ഡു ദ അതർ, ദാറ്റ് മീൻസ് ഡു ദ മൈ ഫ്രണ്ട് വാണ്ട് ടു മേക്ക് മീ ഹാപ്പി? ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെയൊക്കെ ആൻസർ എന്താ? ഫസ്റ്റ് വൺ വളരെ സിമ്പിളാണ്. ഡു ഐ വാണ്ട് ടു മേക്ക് മൈസെൽഫ് ഹാപ്പി? എല്ലാവർക്കും എസ് എന്നാണ് ഉത്തരം. ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സാഡ്നെസ് ആണ്. ആർക്കെങ്കിലും സാഡായിട്ടിരിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഐ വാണ്ട് ടു ബി ഹാപ്പി. ഓക്കെ, നൗ ഡു ഐ വാണ്ട് ടു മേക്ക് ദ അതർ ഹാപ്പി? അതും പോസിറ്റീവാണ്. ഓക്കെ, അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ചോദ്യം ചോദിച്ചാൽ മതി. ഡു ഐ വാണ്ട് ടു മേക്ക് മൈ ഫ്രണ്ട് സാഡ് എന്ന് ചോദിച്ചാൽ ഉത്തരം നോ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഐ വാണ്ട് ടു മേക്ക് മൈ ഫ്രണ്ട് ഹാപ്പി. ഇനി അടുത്ത ചോദ്യം, ഡസ് ദ അതർ വാണ്ട് ടു മേക്ക് ഹിംസെൽഫ് ഹെർസെൽഫ് ഹാപ്പി? അപ്പോൾ അതിൻ്റെ ഉത്തരം പലർക്കും ഐ ഡോണ്ട് നോ ആയിരിക്കും. ഓക്കെ, ഡസ് മൈ ഫ്രണ്ട് വാണ്ട് ടു മേക്ക് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഹാപ്പി? ഐ ഡോണ്ട് നോ എന്നായിരിക്കും. പക്ഷേ നമുക്ക് അവിടെ ചെറിയ ലോജിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യം, എല്ലാവർക്കും ഉള്ള ഒരേ ഫീലിങ്സ് ആണ് ഞാൻ പറഞ്ഞു നേരത്തെ, അല്ലേ? നാച്ചുറലി അക്സെപ്റ്റഡ് ഫീലിങ്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. സോ മൈ ഫീലിങ്സ് വിൽ ബി ഓൾമോസ്റ്റ് ദ സെയിം ആസ് ഹിസ് ഓൺ ഫീലിങ്സ്. എൻ്റെ ഫീലിങ്സും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫീലിങ്സും സെയിം ആയിരിക്കും. ഇഫ് ഐ വാണ്ട് ടു ബി ഹാപ്പി, സിമിലർലി മൈ ഫ്രണ്ട് ഓൾസോ വാണ്ട്സ് ടു ബി ഹാപ്പി. അതിൽ വ്യത്യാസമൊന്നും വരേണ്ട കാര്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ 3A ഇറ്റ് വിൽ ബി യെസ്. ഓക്കെ, ഡസ് ദ അതർ വാണ്ട് ടു മേക്ക് ഹിംസെൽഫ് ഹാപ്പി?
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡസ് ദ അതർ വാണ്ട് ടു മേക്ക് മീ ഹാപ്പി? മൈ ഫ്രണ്ട്, ഡസ് ഹി വാണ്ട് ടു മേക്ക് മീ ഹാപ്പി? അതിന് പലർക്കും വീണ്ടും ഐ ഡോണ്ട് നോ, ഇൻ സം സിറ്റുവേഷൻസ് ഹി മേക്സ് മീ ഹാപ്പി, ഇൻ സം സിറ്റുവേഷൻസ് ഹി മേക്സ് മീ സം വാട്ട് ഇറിറ്റേറ്റഡ് എന്നുള്ള രീതിയിലൊക്കെ പോകും. റൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ്, ദീസ് ആർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഡിസ്കസ്ഡ്, ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ അക്സെപ്റ്റൻസ്. ഓക്കെ, നാച്ചുറൽ അക്സെപ്റ്റൻസിനെ ബേസ് ചെയ്ത് നമുക്ക് പറയുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉത്തരം യെസ് എന്നുള്ളതായിരിക്കും. ഓക്കെ, അതായത് നാച്ചുറൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻറ്റൻഷൻ, എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെയാണ്, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതെല്ലാത്തിനും ചോദിക്കുകയാണെങ്കിൽ ഐ വാണ്ട് ടു ബി ഹാപ്പി, യെസ്. ഡു യു വാണ്ട് ടു ബി ഹാപ്പി? യെസ്. ഡു യു വാണ്ട് ടു യുവർ ഫ്രണ്ട് ഹാപ്പി? യെസ്. ഡു യുവർ ഫ്രണ്ട് വാണ്ട് ടു മേക്ക് യു ഹാപ്പി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, മൈ ഫ്രണ്ട് ഈസ് ഓൾസോ ആൻ ഇൻഡിവിജ്വൽ ജസ്റ്റ് ലൈക്ക് മീ, സോ ജസ്റ്റ് ലൈക്ക് മീ ഹി ഓൾസോ വാണ്ട്സ് ടു മേക്ക് ഹിസ് ഫ്രണ്ട്സ് ഹാപ്പി. ശരിയല്ലേ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവരെ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ആഗ്രഹം. ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആൻസറും യെസ് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? പക്ഷെ പലപ്പോഴും റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും, എസ്പെഷ്യലി ക്വസ്റ്റ്യൻ നമ്പർ 4A, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എപ്പോഴും യെസ് എന്നുള്ള ഉത്തരമല്ല കിട്ടുന്നത്. സംടൈംസ് ഹി മേക്സ് മീ ഇറിറ്റേറ്റഡ്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഹിസ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് നോട്ട് ഹിസ് ഇൻറ്റൻഷൻ. അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനുള്ള മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വീക്ക്നെസ് ഉള്ളതുകൊണ്ടായിരിക്കും. ബട്ട് ഹിസ് ഇൻറ്റൻഷൻ ഈസ് ഓൾവേസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. ദാറ്റ് ഈസ് ഹിസ് നാച്ചുറലി അക്സെപ്റ്റഡ് ഐഡിയ, ഈസ് ടു മേക്ക് എവരി വൺ ഹാപ്പി. That is the same for me, my friend, and all the other people. But sometimes I may not be making my friend happy. എനിക്ക് പറ്റണമെന്നില്ല എപ്പോഴും. Sometimes due to compulsion of these circumstances, sometimes due to some other reasons. ഞാൻ അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളാണ്. ഒരാളൊരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ്. അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരികയാണ്. ഗുഡ് മോർണിംഗ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിഷ് ആണ്. നിങ്ങൾ വളരെ ജോളിയാണ്, നിങ്ങൾ പെട്ടെന്ന് പറയാം ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് പറഞ്ഞ് വിഷ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ മൈൻഡ് ചെയ്യത്ത് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല ഒരു എന്താ പറയുക ഫീഡ്ബാക്ക് അല്ല അത്. ഓക്കെ, നമ്മളങ്ങോട്ട് അക്നോളജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് വിഷ് ചെയ്യുകയാണ്. സോ ഇൻ റിട്ടേൺ യു വിഷ് ടു ബി അക്നോളജ്, അല്ലേ? അതൊരിക്കലും സംഭവിക്കാത്തപ്പോൾ വി വോണ്ട് ബി ഗെറ്റിംഗ് ദാറ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പക്ഷേ നമ്മൾ പറയുന്നത് നമുക്കത് മനസ്സിലാക്കേണ്ട രീതി, അല്ലെങ്കിൽ അവിടെ പറയുന്ന റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ വി റിക്വയർ സംതിങ് ലൈക്ക് കോമ്പിറ്റൻസ് ഫോർ ഡീലിംഗ് വിത്ത് ദീസ് സിറ്റുവേഷൻസ്. സപ്പോസ് മൈ ഫ്രണ്ട് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ്, then he may not have the competence at that present moment to fully understand my feelings and fulfill the relationship at that instant. ആ ഒരു ഇൻസ്റ്റൻറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റിക്കാണത്തില്ല. സോ ബട്ട് വാട്ട് അബൌട്ട് ഹിസ് ഇൻറ്റൻഷൻ? ഹിസ് ഇൻറ്റൻഷൻ ഈസ് ഓൾവേസ് ടു മേക്സ് അതേഴ്സ് ഹാപ്പി. എല്ലാവരുടെ ഇൻറ്റൻഷൻ അത് തന്നെയാണ്. ആ ഒരു ഡിഫറൻസ് ഇൻ തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. then only we can actually ട്രസ്റ്റ് whoever you are dealing with. ഓക്കെ, ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ എന്ന് അതാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ഇൻറ്റൻഷൻ? വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഇൻറ്റൻഷൻ, യുവർ ഇൻറ്റൻഷൻ, എവരിബഡീസ് ഇൻറ്റൻഷൻ ഈസ് ടു മേക്ക് ഈച്ച് അതർ ഹാപ്പി, ടു ഹെൽപ്പ് ഈച്ച് അതർ, ടു ഗൈഡ് ഈച്ച് അതർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മനസ്സിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരത്തുള്ളൂ. ഓക്കെ, ഇൻറ്റൻഷൻ, അയാൾ എന്തിനാണ് ചെയ്തതെന്ന് മനസ്സിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ അയാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. റൈറ്റ്, ഇപ്പോൾ 2 പോയിന്റ് അവിടെ പറയുന്നത് ഇൻറ്റൻഷൻ വേഴ്സസ് കോമ്പിറ്റൻസ്. സോ ദ ഇൻറ്റൻഷൻ ഈസ് ഓൾവേസ് ടു മേക്ക് സംബഡി ഹാപ്പി, ബട്ട് ഐ മേ നോട്ട് ഹാവ് ദ റിക്വയർഡ് കോമ്പിറ്റൻസ് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ കോമ്പിറ്റൻസ് കുറവാണെങ്കിൽ എന്ത് പറയുന്നു? കോമ്പിറ്റൻസ് കുറവാണെങ്കിൽ that may send some negative messages to the people around you. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, if somebody's intention is good, then he is trustworthy എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കോമ്പിറ്റൻസ് കാണത്തില്ല, മേ ബി he is distracted, maybe he is thinking about something else, so he may not properly understand the situation and respond properly. But his intention, what about his intention? Is it okay? Okay എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ എന്ന ഉത്തരം കിട്ടുവാണെങ്കിൽ we understand or we find that ഈസ് ട്രസ്റ്റ് വർത്തി. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടായി, ട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വരുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. റൈറ്റ്, ഫൈൻ. Distinguishing between
അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു ഹാവ് അൺകണ്ടീഷണൽ കണ്ടിന്യൂസ് ട്രസ്റ്റ്, അപ്പോൾ ഞാൻ ഈ ഒരു ലൈനാണ് വായിക്കുന്നത്. ഓക്കെ, ഇഫ് യു ഹാവ് അൺകണ്ടീഷണൽ കണ്ടിന്യൂസ് ട്രസ്റ്റ് ഓൺ ഇൻറ്റൻഷൻസ് ഓൺ ദ നാച്ചുറൽ അക്സെപ്റ്റൻസ് ഓഫ് ദ അതർ ആൻഡ് ഇഫ് ദ അതർ ഈസ് ലാക്കിംഗ് ഇൻ കോമ്പിറ്റൻസ്. അതാണ്. ഓക്കെ, നമ്മൾ ഇൻറ്റൻഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി നമുക്ക് സംശയമൊന്നുമില്ല. ബട്ട് വാട്ട് അബൌട്ട് ഹിസ് കോമ്പിറ്റൻസ്, അക്കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മുടെ എന്താ പറയുന്നത് മൈൻഡിൻ്റെ ഒരു എന്താ പറയുന്നത് ട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്കം എവിടെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. 4 കാര്യങ്ങൾ, 4 അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് വി ക്യാൻ ഗെറ്റ് ഇറിറ്റേറ്റഡ് വെരി ഈസിലി, അല്ലേ? എല്ലാവർക്കും നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യുന്നതാണ്. വി ഗെറ്റ് ഇറിറ്റേറ്റഡ് സംടൈംസ് ഇൻ ദ ക്ലാസ്, സംടൈംസ് ഔട്ട്സൈഡ് ദ ക്ലാസ്, ഇൻ ഫാമിലി. വി ക്യാൻ ഗെറ്റ് വെരി ഈസിലി, വി ക്യാൻ ഗെറ്റ് ആംഗ്രി ആൻഡ് വി ക്യാൻ ആക്ച്വലി ഫീൽ ലൈക്ക് എ റിബൽ. എന്ത് മണ്ടത്തറ പറയുന്നത് നമ്മൾ പറയാമല്ലോ. ചില ചാനൽ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ തോന്നിയത് എന്തൊരു മണ്ടത്തറ പറയുന്നത്, അല്ലേ? നമുക്ക് ഫീൽ ചെയ്യും. ഓർ വി ക്യാൻ ട്രൈ ടു ഇംപ്രൂവ് അപ്പോൺ ഹിസ് കോമ്പിറ്റൻസ്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടതാണ്. വി ക്യാൻ ട്രൈ ടു ഇംപ്രൂവ് അപ്പോൺ ദ കോമ്പിറ്റൻസ് ഓഫ് ദ ഫ്രണ്ട് ഓർ ദ അതർ പേഴ്സൺ whom we are trying to relate. Okay, അപ്പോൾ if you are actually trying to, or if we are trusting somebody, ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് അപ്പോൺ ഹിസ് കോമ്പിറ്റൻസ്. കാരണം അദ്ദേഹം നമ്മുടെ ഫ്രണ്ട് എന്ത് മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാലും ഓക്കെ, അദ്ദേഹത്തിന് ആ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബട്ട് ഹിസ് ഇൻറ്റൻഷൻ ഈസ് ഗുഡ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ക്ലാസ് താഴെയിടാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, അതറിയാൻ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി ഹാവ് ടു ഗോ ഓൺ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ആ ഒരു ഫീലിംഗ് ആണ് പോയിന്റ് നമ്പർ 8 കൺവേ ചെയ്യുന്നത്. ട്രൈ ടു ഇംപ്രൂവ് അപ്പോൺ ഹിസ് കോമ്പിറ്റൻസ് ബിക്കോസ് ഹിസ് ഇൻറ്റൻഷൻ ഇസ് ഗുഡ്. അപ്പോൾ അത് അടിയിൽ എഴുതിയിരിക്കുന്നത്. The answer should be A. The answer is obviously A. It is a response which indicates trust on the intention. Okay, അപ്പോൾ പ്രോപ്പർ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രസ്റ്റ് എന്നുള്ള സാധനം വരത്തുള്ളൂ. അപ്പോൾ ആ പ്രോപ്പർ ഇൻറ്റൻഷൻ ഉണ്ടോ അതോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു 4 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തത്. ഓക്കെ, അപ്പോൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ നമ്മൾ റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ ട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളൊരു 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. വാട്ട് ഈസ് അവർ നാച്ചുറലി അക്സെപ്റ്റഡ് ഐഡിയ അബൌട്ട് ദ റിലേഷൻഷിപ്പ്? ആർ യു ട്രൈങ് ടു മേക്ക് ഈച്ച് അതർ ഹാപ്പി ഓർ ആർ യു ട്രൈങ് ടു ബി ഇൻ എ പൊസിഷൻ വിത്ത് ഈച്ച് അതർ? അപ്പോൾ നമ്മുടെ നാച്ചുറലി അക്സെപ്റ്റഡ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വാണ്ട് ടു ബി ഹാപ്പി, വി വാണ്ട് അതേഴ്സ് ടു ബി ഹാപ്പി, വി വാണ്ട് മ്യൂച്വലി വി വാണ്ട് ടു ബിക്കം ഹാപ്പി. 2 പേര് ഏത് തരത്തിൽ ഇൻറ്ററാക്ട് ചെയ്താലും അവിടെ ഹാപ്പിനെസ് ഉണ്ടാകണം എന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതാണ് നാച്ചുറലി അക്സെപ്റ്റഡ് ഐഡിയ. പക്ഷേ റിയാലിറ്റിയിൽ അത് സംഭവിക്കണമെന്നില്ല. റിയാലിറ്റിയിൽ സംഭവിക്കാതിരിക്കാൻ കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ലാക്ക് ഓഫ് അവർ കോമ്പറ്റൻസ്. ചില കാര്യങ്ങൾ ചില രീതിയിൽ ഫുൾഫിൽ മനസ്സിലാക്കാതിരിക്കുക, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോവുക. അന്നേരമാണ് വിത്തൗട്ട് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് we may not be able to make your friend happy and fulfill the relationship. Okay, now as a solution നമ്മൾ ചിന്തിക്കേണ്ട രീതിയിലാണ് വാട്ട് അബൌട്ട് ഹിസ് ഇൻറ്റൻഷൻസ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ. നമ്മൾ ക്ലാസ് ഇട്ടപ്പോൾ നമ്മളെ പറ്റി എന്തോ ആലോചിച്ചത്? ക്ലാസ് ഇടണമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിൽ താഴെ പോയി. അങ്ങനെയാണോ നമ്മൾ ബാക്കിയുള്ളവരെ പറ്റി ആലോചിക്കുന്നത്? അദ്ദേഹം അങ്ങനെ ചെയ്യണമെന്ന് എന്നോട് മോശമായിട്ട് പെരുമാറി, പക്ഷെ അങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. ബട്ട് ഡ്യൂ ടു ഹിസ് ഇൻകോമ്പറ്റൻസ്, ഹിസ് ഇനബിലിറ്റി, അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട വന്നു, അല്ലെങ്കിൽ ചെയ്തു പോയി. ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ വി ആർ ഹാവിങ് എ ഡിഫറെൻ്റ് ഔട്ട്ലുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. വിൽ ട്രൈ ടു ഇംപ്രൂവ് അപ്പോൺ ഹിസ് കോമ്പിറ്റൻസ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഹി റിക്വയർസ് സം ഹെൽപ്പ്. അദ്ദേഹം അത് പറയത്തില്ലായിരിക്കും, എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ പറയുന്നതിന് പകരം സംടൈംസ് ഹി ബിക്കംസ് ആംഗ്രി, സംടൈംസ് ഹി ബിക്കംസ് ഇറിറ്റേറ്റഡ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇഫ് വി ഹാവ് ദ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓർ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, വി ക്യാൻ ട്രൈ ടു ഇംപ്രൂവ് അപ്പോൺ ഹിസ് ഇൻകോമ്പിറ്റൻസ്. ഓക്കെ, അതാണ് എൻ്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. റൈറ്റ്, ഫൈൻ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, എല്ലാവരും ഉണ്ടോ ക്ലാസ്സിൽ? അത് പകുതി പേര് പോയോ? ഓക്കെ, യെസ്. ഞാനെങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അഡ്മിറ്റ് ചെയ്യാനായിട്ടില്ലല്ലോ? ഐ കനോട്ട് സീ എനിബഡി. ഓക്കെ, അപ്പോൾ കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞ ഇതാണ്. ട്രസ്റ്റ് ഈസ് ടു ബി അഷ്യൂർഡ് ദാറ്റ് ദ അതർ ഹാസ് ദ നാച്ചുറൽ അക്സെപ്റ്റൻസ് to make me happy and prosperous.
അപ്പം ഞാനങ്ങനെ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് ട്രസ്റ്റ് വരത്തുള്ളൂ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് മീ. ഇഫ് ഐ വാണ്ട് ടു ബി ഹാപ്പി ജസ്റ്റ് ലൈക്ക് ദാറ്റ് മൈ ഫ്രണ്ട് വാണ്ട്സ് ടു ബി ഹാപ്പി. I want to make my friends happy. Just like that, my friend also wants to make his friends happy. Okay. ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ ട്രസ്റ്റ് രണ്ടുപേരുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് സംശയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ട്രസ്റ്റ് വരത്തില്ല. അദ്ദേഹം എന്തായിരിക്കും അങ്ങനെ ചെയ്തത്? ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതുപോലെ സിമിലർ സിറ്റുവേഷൻസ് പലപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഈ ബുക്കിൽ പറയാതെ തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാൾ റോങ് സൈഡിൽ കൂടെ വരുന്നത്, നമുക്ക് സൈഡ് തരുന്നേ ഇല്ല. നമുക്ക് ഇപ്പോൾ ഞാൻ കാറിലാണ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ ചില റോഡൊക്കെ വളരെ ഇടുങ്ങിയ റോഡാണ് കൊല്ലത്തുള്ളത്, സൈഡ് തരത്തില്ല. ഇത് അറിഞ്ഞുകൊണ്ടും ചിലരിപ്പോൾ ഇൻറ്റൻഷനിൽ കയറി വരും. ഓക്കെ, ചിലപ്പോൾ വരച്ചുകൊണ്ട് പോകും, ചിലപ്പോൾ തട്ടി. എൻ്റെ മിറർ റൈറ്റ് സൈഡിലെ കാറിൻ്റെ മിറർ എത്ര തവണ പൊട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിലൊന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇഫ് ഐ ട്രൈ ടു ജഡ്ജ് ഹിം, ഐ മേ നോട്ട് ബി റൈറ്റ്. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം പോകുമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ലൈസൻസ് ഒന്നും ഇല്ലാതെ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പോലീസൊക്കെ വരുന്നതിന് മുമ്പ്, പെട്രോളിൻ്റെ വണ്ടിയൊക്കെ വരുന്നതിന് മുമ്പ് ഓടിച്ചു പോകുന്നതായിരിക്കും. സോ മെനി സർക്കംസ്റ്റൻസസ് ആർ ദെയർ. ആ രീതിയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരോട് ഒരിക്കലും ഒരു അകൽച്ച തോന്നത്തില്ല. ഓക്കെ, വി വിൽ നോട്ട് ഫീൽ ദാറ്റ് വി ആർ ആക്ച്വലി ഈസ് ആൻ എനിമി ഓഫ് us. ഓക്കെ, മേ ബി ഹി റിക്വയർസ് സം ഹെൽപ്പ്, മേ ബി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും അത്യാവശ്യക്കാർ വരുവാണെങ്കിൽ, റോങ് സൈഡ് വരുവാണെങ്കിൽ ഞാൻ വണ്ടി നിർത്തി കൊടുക്കും, റിപ്പോർട്ട്. ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് പോകുമായിരിക്കും. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതെപ്പോഴും അത്ര എളുപ്പമൊന്നുമല്ല, കാരണം നമ്മളും ടൈം ബൗണ്ടാണ്. ഓക്കെ, രാവിലെ 9 o'clock ക്ലാസ് കൊടുക്കണം, വൈകിട്ട് നമുക്ക് സമയത്ത് പോയിട്ട് കാര്യമുണ്ട്. ബട്ട് ദിസ് ഈസ് ആൻ എക്സർസൈസ് യു ക്യാൻ ഓൾസോ ട്രൈ ഇൻ സിമ്പിൾ വേസ്. നാളെ രാവിലെ മുതൽ എല്ലാവരും കയറി സ്നേഹിക്കണമെന്നും അല്ല പറയുന്നത്, ബട്ട് ഇൻ സിമ്പിൾ വേസ് യു ക്യാൻ ട്രൈ ആൻഡ് ട്രൈ ടു ഡെവലപ്പ്. ഓക്കെ, so trust is to be assured that the other has natural acceptance to make me happy and prosperous. Trust on the intention is the foundation of relationship. Intention ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ എന്താ ഔട്ട്കം അല്ല ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനമായി പറയും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനല്ല പറയുന്നത്, വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ. നിങ്ങളുടെ ഔട്ട്കം ചിലപ്പോൾ മോശമായിരിക്കും, ബട്ട് വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ. നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണ്, എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്തത് നമ്മൾ ചോദിക്കത്തില്ലേ, അതാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ അവസാനം എന്താ സംഭവിച്ചെന്നല്ല ചോദിക്കുന്നത്, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നത് ഔട്ട്കം എന്താണെന്നാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ മ്യൂച്വൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 ലൈൻ മതി എന്ന് തോന്നുന്നു. വേറെ കീ ടേക്ക് അവേസ്. അപ്പോൾ അവിടെ വേറൊരു കേസ് കൂടെ പറയുന്നുണ്ട്. എ കോമൺ മിസ്റ്റേക്ക് ഇസ് ടു ഇവാലുവേറ്റ് വൺ സെൽഫ്. ഇവാലുവേഷൻ എന്നുള്ള പോയിന്റ് അവിടെ വരുന്നുണ്ട്. കോമൺ മിസ്റ്റേക്ക് is to evaluate oneself on the basis of one's own intention and conclude that I am good, and the other on the basis of their lack of competence. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ ഇവാലുവേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു പോയിന്റ്, ഞാനൊരു പരീക്ഷ എഴുതിയിട്ട് ഞാൻ തന്നെ മാർക്കിട്ടാൽ ഒരിക്കലും കറക്റ്റ് ജഡ്ജ്മെൻ്റ് ആകത്തില്ല. അവിടെ എന്തായാലും നല്ലൊരു എറർ വരും. ഞാൻ എങ്ങനെ മാർക്കിട്ട് കഴിഞ്ഞാലും എൻ്റെ പേപ്പർ ഞാൻ എങ്ങനെ മാർക്കിട്ട് കഴിഞ്ഞാലും 10 മാർക്ക് കൂട്ടിയിടും, സംശയമൊന്നുമില്ല. ഓക്കെ, നൗ നമ്മുടെ സപ്പോസ് വി ഫൈൻഡ് ദാറ്റ് ലാസ്റ്റ് ലൈൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. Suppose we find that somebody is doing something indifferent or which is bad to you, then we may think that his intention is bad. അത് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അവിടെയാണ് ഇവാലുവേഷൻ്റെ ആവശ്യം വരുന്നത്. യു ഹാവ് ടു കെയർഫുള്ളി ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻ. ഓക്കെ, വൈ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ബിഹേവിങ് ലൈക്ക് ദിസ്, വൈ ഈസ് സോ മച്ച് ഡിസ്ട്രാക്റ്റഡ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൻസറുകൾ കിട്ടും. നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ വൈ 5 times വൈ നമ്മൾ ചോദിക്കുക, വൈ 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 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വേറെ ഒന്നായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ബേസ്ഡ് ഓൺ ദ ആൻസർ വി മേ നോട്ട് ബി ഏബിൾ ടു എന്താ പറയുന്നത്, ഡിസ്റിഗാർഡ് ഹിസ് ഇൻറ്റൻഷൻ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ ചെയ്യുന്നത് മോശമായിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെ ആയിരിക്കും. ചില സമയത്ത് അദ്ദേഹം ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും ചില സമയത്ത്.
അതാണ് ലാസ്റ്റ് ലൈനിൻ്റെ മീനിങ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിഗാർഡിംഗ് ട്രസ്റ്റ്, റൈറ്റ്? അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതെങ്ങനെയാണ് ട്രസ്റ്റ് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് UHV നമ്മൾ എങ്ങനെ കാണുന്നത്? ട്രസ്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഐഡിയാസ് കാണും. ഓക്കെ, ബേസിക്കലി നമുക്ക് 18-20 years എന്നൊക്കെ പറയുമ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഐഡിയ ജനറലി ബേസ്ഡ് ഓൺ യുവർ പേരൻസ്. കാരണം 18-20 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെയാണ് മെജോറിറ്റി ഓഫ് ദ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി സൊസൈറ്റിയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. യു നോ, സോ യു ഹാവ് സം ഫ്രണ്ട്സ് ഇൻ യുവർ സ്കൂൾസ്, കോളേജസ്, but not exactly in the society. Society is so diverse. It is always like a jungle. Okay, അപ്പോൾ അവിടെയാണ് ശരിക്കും ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഫീലിംഗ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുന്ന ഏരിയാസ് അവിടെയാണ്, റൈറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തൽക്കാലം ഞാനിത് ഷെയറിങ് അങ്ങോട്ട് ക്ലോസ് എഴുതിയെടുത്തില്ല എല്ലാവരും. പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യട്ടോ, ക്വസ്റ്റ്യൻസ് ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ സാർ. Sir, attendance. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടോ തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻസ് ഫോർ സെൽഫ് ഇവാലുവേഷൻ? ഓക്കെ, അപ്പോൾ അതിനകത്ത് 2-3 ക്വസ്റ്റ്യൻസ് മതി, ഞാൻ പറഞ്ഞുതരാം. ആ 4th ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ആൻസർ ചെയ്യണം. ഹൗ ദ ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. ഹൗ ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനും ആ 4th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും അതിനെ കണ്ടെയ്ൻഡ് ആണ് ശരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം വാട്ട് ഈസ് ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ഈസ് എ പ്രപ്പോസൽ ഫോർ ദ ഡെഫിനേഷൻ ഓഫ് ട്രസ്റ്റ്. വാട്ട് ഈസ് എ ഡെഫിനേഷൻ ഓഫ് ട്രസ്റ്റ് എന്ന് ചോദിക്കുന്നത്. അത് ആ 4th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതിക്കൂ. ഇല്ലസ്ട്രേറ്റ് വിത്ത് സംതിങ്, ഇല്ലസ്ട്രേറ്റ് with simple example. Illustrate. Why is trust the foundation of the relationship? Illustrate with a simple example. Second question. പാർട്ട് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്തിട്ട് ആ ബുക്കിൽ എഴുതിയെടുക്കുന്നത് പോസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം. What is trust? What is trust? And why it is? And why is it is the foundation of relationship? What is trust? And why it is the foundation of relationship? First question is that. What is trust? And why it's the foundation of relationship? The question കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ഒരു കോമ ഇട്ടിട്ട് ഇല്ലസ്ട്രേറ്റ്. ഒരു കോമ ഇട്ട് ഇല്ലസ്ട്രേറ്റ്. ഇനി റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ പറയണോ? വാട്ട് ഈസ് ട്രസ്റ്റ്? കുഴപ്പമില്ല, ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റൻഷൻ ആൻഡ് കോമ്പിറ്റൻസ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റൻഷൻ ആൻഡ് കോമ്പിറ്റൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ ശരിക്കും. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിൻ്റെ സൈഡിൽ കിടക്കുന്നത്. പെട്ടെന്ന് കണ്ട ക്വസ്റ്റ്യൻ പോലെ തോന്നും, പക്ഷേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള പോയിന്റ്സ് ആണ്. വാട്ട് ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റൻഷൻ ആൻഡ് കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്റൻഷൻ എന്താണ്, കോമ്പറ്റൻസ് എന്താണ്,
ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻറ്റൻഷൻ എന്താണ്, കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കോമ്പിറ്റൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ ഔട്ട്കംസ് എങ്ങനെ ആയിരിക്കും, അതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ഒക്കെ വായിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. വാട്ട് ഈസ് ദ ഔട്ട്കം വെൻ വി കൺഫ്യൂസ് ബിറ്റ്വീൻ ദ ടു? അതൊക്കെ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് തന്നെ, നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് തന്നെ. വെൻ വി ഡൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് ദ അതർ, വാട്ട് ഈസ് ദ ഔട്ട്കം? ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ബി ഏബിൾ ടു ഡിസ്റ്റിങ്വിഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. പല പല സിറ്റുവേഷൻസിൽ ഇൻറ്റൻഷൻ, കോമ്പറ്റൻസ്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ പല ആളുകളിൽ വാട്ട് ഈസ് ദ ഔട്ട്കം വെൻ വി കൺഫ്യൂസ് ബിറ്റ്വീൻ ദ ടു? ഇൻറ്റൻഷൻ തന്നെയാണ് കോമ്പറ്റൻസ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മൾ വ്യത്യാസമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇനി വേറൊരാളുടെ ഇൻറ്റൻഷൻ നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിന് രണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം പറയാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻഷൻ ആൻഡ് ഡിസയർ. അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനോട് എഴുതിയെടുത്തോ, അത് അടുത്ത ദിവസം എഴുതിയാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻഷൻ ആൻഡ് ഡിസയർ വിത്ത് ആൻ എക്സാമ്പിൾ. എഴുതിയോ? Sir, question already group posted. Distinguish between intention and desire with an example. അപ്പോൾ അത് ആൻസർ ചെയ്യേണ്ട അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ സബ്മിഷനിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. Sir, attendance. ഓക്കെ, അറ്റൻഡൻസ് ഞാൻ എടുക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 to 20 അറ്റൻഡൻസ് ടൈപ്പ് ചെയ്ത് 1 to 20. വൺ ടു 20 മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് ബുദ്ധിമുട്ടല്ലേ. നിങ്ങളൊരു കാര്യം അടുത്ത് ടൈപ്പ് ചെയ്യേണ്ടത് അടുത്ത ടൈപ്പ് ചെയ്യേണ്ടത് 21 to 40, 21 മുതൽ 40 വരെ. ഓക്കെ, അപ്പോൾ അടുത്തത് 41 to 66. From 41 to the last number. Sir, इधर के लिए भी आओ.
അപ്പോൾ കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാം, അവർ നിൽക്കേണ്ട കാര്യമില്ല, അവർക്ക് ലീവ് ചെയ്യാം. Thank you, sir. Thank you, sir. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വൈകിട്ട് ഞാൻ അസൈൻമെൻറ്റ് എന്താ പറയുക സബ്മിഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എക്സ്പയർ ചെയ്യും. ആ രീതിയിൽ ഓപ്പൺ ചെയ്യും. ഓക്കെ Okay, sir. എന്തോ ആബ്സെൻ്റ് ആയി കാണും അല്ലേ? ഒന്ന് നിൽക്കുക, അവിടെ നിൽക്കുക, ലീവ് ചെയ്താൽ നിൽക്കുക. ഞാൻ അവസാനം നോക്കാം, ഞാൻ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നത് 39 അല്ലേ? അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഓർഡർ വന്നൊന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് വല്ലതും ഔട്ട് ഓഫ് ഓർഡർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒന്നുകൂടെ പറയേണ്ടി വരും. എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പോവാം. ഇന്നലെ ഡേറ്റ് 22 അല്ലേ? ഓക്കെ, ഇന്നലെ 21 എത്ര നമ്പർ? ഉം 24% ആണ് എൻ്റർ ചെയ്തോളാം, കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ലീവ് ചെയ്തു.